നുണകൾ പറഞ്ഞു പറഞ്ഞ് രാജാവായ കാട്ടുപന്നിയുടെ കഥയാണ് അലക്സ് ബേർഡിൻ്റെ ദി ലയൺ കിങ്. കാട്ടുപന്നി ഒരു പെരും നുണയനായിരുന്നു. നുണകൾ പറഞ്ഞ് മറ്റു മൃഗങ്ങളെ വിശ്വസിപ്പിക്കാനും തമ്മിൽ പിണക്കാനും സമർത്ഥനുമായിരുന്നു. നനഞ്ഞു കിടക്കുന്ന മണ്ണിൽ ചവിട്ടി വരണ്ടു കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. മയിലിനെ നോക്കി നീ എത്ര വിരൂപിയാണ് എന്ന് പരിഹസിക്കും. 100 വയസ്സ് കഴിഞ്ഞ ആമയുടെ മുഖത്ത് നോക്കി നിന്നേക്കാൾ പരിചയസമ്പത്ത് എനിക്കാണെന്ന് ഉളുപ്പില്ലാതെ പറയും. ഏറ്റവും വേഗതയുള്ളത് തനിക്കാണെന്ന് ചീറ്റപ്പുലിയോട് വാദിക്കും. അവൻ്റെ വർത്തമാനം കേട്ട് തങ്ങൾക്കൊന്നും ഒരു കഴിവുമില്ലെന്ന് സിംഹവും കടുവയും വരെ ചിന്തിച്ചു. അവർക്ക് സ്വന്തം കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. നുണകൾ പലവട്ടം ആവർത്തിച്ചപ്പോൾ പന്നിയുടെ വാക്കുകൾ ശരിയാണെന്ന് തോന്നിയ മൃഗങ്ങൾ പന്നിയെ രാജാവാക്കി. രാജാവായപ്പോൾ പന്നിയുടെ അഹങ്കാരം വർദ്ധിച്ചു. പിന്നീട് ആകെ നയമാറ്റങ്ങളായി. കാടിൻ്റെ പല ഭാഗങ്ങളുടെയും പേരുകൾ മാറി. മീതെ എന്നുള്ളതിന് താഴെ എന്നു മാത്രമേ പറയാവൂ എന്ന നിയമം വന്നു. ഇന്നലെ എന്നത് ഇനി മുതൽ നാളെ എന്നായിരിക്കും. എന്തൊക്കെയോ പുതുതായി നടപ്പാകാൻ പോകുന്നു എന്ന പ്രതീതിയിൽ കുറച്ച് പൊതുമൃഗങ്ങൾ ആവേശഭരിതരായി. കറുത്ത വരകളോട് കൂടിയ വെളുത്ത സീബ്രകളാണ് വെളുത്ത വരകളോട് കൂടിയ കറുത്ത സീബ്രകളേക്കാൾ മികച്ചത് എന്ന പ്രഖ്യാപനം പെട്ടെന്നായിരുന്നു. സീബ്രകൾ തമ്മിൽ ആശയക്കുഴപ്പങ്ങളും വാഗ്വാദങ്ങളും കയ്യേറ്റങ്ങളും ആരംഭിച്ചു. കടുവകൾ വെജിറ്റേറിയൻ ആണെന്ന് മാനുകളോട് കള്ളം പറഞ്ഞു. അത് വിശ്വസിച്ച പല മാനുകളെയും കാണാതായി. തൻ്റെ ദൗർബല്യങ്ങൾ മറച്ചുവെക്കാൻ രാജാവ് മൃഗങ്ങളെ പലതും പറഞ്ഞ് തമ്മിലടിപ്പിച്ചു. മൃഗങ്ങളുടെ ശ്രദ്ധ മാറിയെന്ന് കണ്ട് തൻ്റേതായ പുതിയ തന്ത്രങ്ങളുമായി കാട് മുടിച്ചു. ആർക്കും പരസ്പരം വിശ്വാസമില്ലാതായി. വഞ്ചന പടർന്നു. ഒടുവിൽ ഒരു എലി മുന്നോട്ട് വന്ന് അവൻ ധൈര്യസമേതം പറഞ്ഞു, എടാ പന്നി, മയിലുകളെ കാണാൻ എന്തൊരു ഭംഗിയാണ്. നീ പെരും നുണയനാണ്. മാലിന്യം തിന്നുന്ന വെറും ഒരു പന്നിയല്ലേ നീ. എലിയെ നോക്കി കടുവയ്ക്കും പുലിക്കുമില്ലാത്ത ധൈര്യം നിനക്കോ എന്ന് പന്നി പുച്ഛിച്ചു. നീ വെറും പീക്കിരിയാണെന്നും തന്നോട് മുട്ടാൻ വരണ്ടെന്നും അവൻ ഭീഷണി ഇറക്കി. പക്ഷേ എലിയുടെ വാക്കുകൾ സമൂഹത്തിൽ ചർച്ചയായി. മാലിന്യം തിന്നുന്ന വെറും ഒരു പന്നിയാണ് നമ്മെ അടക്കി ഭരിക്കുന്നതെന്നവർക്ക് ബോധ്യമായി. മൃഗങ്ങൾക്ക് മറിച്ച് ചിന്തിക്കുവാനുള്ള ധൈര്യം കിട്ടി. ഒടുവിൽ മൃഗങ്ങളെല്ലാം ചേർന്ന് പന്നിയെ ചവിട്ടി പുറത്താക്കി. ലോകത്തെല്ലായിടത്തും നടക്കുന്ന അനീതിയുടെ നേർചിത്രമാണ് അലക്സ് ബേർഡിൻ്റെ പ്രസിദ്ധമായ ഈ കുട്ടിക്കഥ. ഇത്തരത്തിൽ നുണകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും തമ്മിൽ തല്ലിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. നുണകളുടെ മാലിന്യ കൂമ്പാരങ്ങളിൽ കിടന്ന് തടിച്ചു കൊഴുക്കുന്ന അഹങ്കാരികളായ പന്നികളെ തളയ്ക്കാൻ ഒരു മൂഷിക ജന്മം ഉണ്ടാകും എന്ന് ഓർക്കുക.